ഗാസയെ സമ്പൂർണ്ണമായും കീഴടക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ പദ്ധതി ഒരുങ്ങി. ഇന്ന് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് പുതിയ ഗാസൻ പദ്ധതി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ ഇനി സ്വീകരിക്കുന്ന നടപടികൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്തുണയോടെ ഇന്ന് ക്യാബിനറ്റിൽ അവതരിപ്പിക്കപ്പെടുകയും അംഗീകാരം നേടുകയും ചെയ്യുമെന്ന് സുരക്ഷാ ക്യാബിനറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പദ്ധതി പ്രകാരം ഗാസയിൽ ഇസ്രായേൽ നടപ്പിലാക്കുന്നത് ഇവയാണ്. ഇപ്പോൾ ഉള്ളത് കൂടാതെ ഏകദേശം 5 IDF ഡിവിഷനുകൾ കൂടി പുതിയ പദ്ധതിയിൽ പങ്കാളികളാകും. ഇനി നടക്കുന്നത് 5 മാസം നീളുന്ന സൈനിക ഓപ്പറേഷൻ പദ്ധതിയായിരിക്കും. ഗാസയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന 1 ദശലക്ഷം വരുന്ന സകല മനുഷ്യരെയും മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നതും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ എയാൾ സമീർ പദ്ധതിയോട് ശക്തമായി എതിർപ്പുള്ളതായും തന്റെ നിലപാട് വ്യക്തമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഓപ്പറേഷൻ ഒരു പിശകാണെന്നും അത് തടവുകാരുടെ ജീവന് അപകടം വരുത്തുമെന്നും സമീർ ചൊവ്വാഴ്ചയുണ്ടായ ചർച്ചകളിൽ പറഞ്ഞതായാണ് റിപ്പോർട്ട്. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് ഇസ്രായേൽ പദ്ധതിയിൽ നിർണായകമാകുകയാണ്. സുരക്ഷാ മന്ത്രിയുടെ തീരുമാനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അവതരിപ്പിക്കുന്ന പ്രമേയങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ടാകും. ഇസ്രായേൽ ഗാസ മുന്നോട്ട് ഭരിക്കണോ എന്നത് ഇസ്രായേലിന്റെ തീരുമാനമാണ് എന്ന് ട്രംപ് ഇതിനോടകം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഗാസയിലെ ദാരിദ്ര്യവും ഭക്ഷണ ദൗർബല്യവും കണക്കിലെടുത്ത് US ഹ്യൂമാനിറ്റേറിയൻ സഹായം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നാം ഗാസയിലെ ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്രായേലും അറബ് രാജ്യങ്ങളും അതിൽ സാമ്പത്തികമായും തന്ത്രപരവുമായ പിന്തുണ നൽകണമെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. നെതന്യാഹുവിന്റെ പുതിയ പദ്ധതി ഗാസയിലെയും ഇസ്രായേലിലെയും രാഷ്ട്രീയവും സൈനികവുമായ സ്ഥിതിഗതികൾ മാറ്റിമറിക്കാനിടയാകുമെന്നാണ് വിലയിരുത്തൽ. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ഹമാസ് തടവിൽ അവശേഷിക്കുന്ന ഇസ്രായേൽ ബന്ദികൾ എന്നിവയിൽ ഉയരുന്ന ആശങ്കകൾ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.